മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ലീഗ് നേതാവ് KS ഹംസ രംഗത്ത്. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളുള്ള വീടുകളിലും സലാമിനെ കയറ്റാൻ പാടില്ലെന്ന് ഹംസയുടെ വിമർശനം. മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ടവനെന്ന് ആക്ഷേപിച്ച PMA സലാമിനെതിരെ മുസ്ലിം ലീഗിലും പ്രതിഷേധം. സലാമിന്റെ അധിക്ഷേപത്തിനെതിരെ സമസ്താണികളിലും വിമർശനം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ അതിരൂക്ഷമായി കടന്നാക്രമിച്ച് മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആണും പെണ്ണും കെട്ടവൻ എന്ന വിധത്തിൽ പൊതുവേദിയിൽ അപമാനിച്ച സലാമിനെതിരെയാണ് KS ഹംസ ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിൽ സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറിയായി താൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തന്നെ സലാമിന്റെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾ അറിയാമായിരുന്നുവെന്നും പാർട്ടിക്കുള്ളിൽ സലാമിനെ പലകുറി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നുവെന്നുമാണ് KS ഹംസ തുറന്നടിച്ചത്. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ലീഗ് നേതാവാണ് PMA സലാം എന്നും പെൺകുട്ടികളുള്ള വീട്ടിൽ മാത്രമല്ല ആൺകുട്ടികളുള്ള വീടുകളിൽ പോലും സലാമിനെ കയറ്റാൻ പാടില്ലെന്നുമുള്ള വിധത്തിൽ KS ഹംസ തൊടുത്തുവിട്ട ആഗ്നേയാസ്ത്രത്തിന് മറുപടി നൽകാൻ പോലും PMA സലാം ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രകോപിപ്പിച്ചാൽ ഇതിലുമേറെ തീക്ഷ്ണമായ തെളിവുകൾ ഹംസ പുറത്തുവിടുമെന്ന് കരുതിയാണ് മുസ്ലിം ലീഗിലെ മറ്റു നേതാക്കളും ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത്. MLA ആയിരിക്കെ PMA സലാമിന് കോഴിക്കോട്ടുണ്ടായിരുന്ന ഓഫീസ് രാത്രിയായാൽ ബാറായി മാറുമെന്നുള്ള അതീവ ഗുരുതര ആരോപണവും KS ഹംസ ഉയർത്തിയിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടത് ആണും പെണ്ണും കെട്ടവനായതിനാലാണെന്ന വിവാദ പരാമർശം സലാം നടത്തിയത് മലപ്പുറത്തെ വാഴക്കാട് പഞ്ചായത്തിൽ നടന്ന മുസ്ലിം ലീഗ് വനിതാ സമ്മേളനത്തിലായിരുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആണും പെണ്ണും കെട്ടവരായതിനാലാണോ അവർ ഒപ്പുവെച്ചതെന്ന ചോദ്യങ്ങൾ അപ്പോൾ തന്നെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അപ്പോഴെല്ലാം മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. സലാം നടത്തിയ നിരുത്തരവാദപരമായ അധിക്ഷേപങ്ങൾ വൻ വിവാദമായതോടെ സലാമിനെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗ് നേതൃത്വം നിർബന്ധിതരായി. PMA സലാമിൻ്റേത് പാർട്ടി സംസ്കാരത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിക്കും പ്രതികരിക്കേണ്ടതായി വന്നു. സലാമിന്റെ പ്രസ്താവനയെ ലീഗ് നേതൃത്വം തള്ളിപ്പറഞ്ഞുവെങ്കിലും മുസ്ലിം ലീഗിനുള്ളിൽ ഡോക്ടർ MK മുനീറിനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം പ്രവർത്തകർ PMA സലാമിനെതിരെ പ്രതിഷേധമുയർത്തുകയാണ്. സലാമിന്റെ പ്രവർത്തന ശൈലിയിൽ കടുത്ത അസംതൃപ്തിയുള്ള EK വിഭാഗം സമസ്തയിലെ വലിയ വിഭാഗം പ്രവർത്തകരും സലാമിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. രാഷ്ട്രീയ വിമർശനങ്ങൾ വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകരുതെന്നാണ് അവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസയുടെ പ്രതികരണങ്ങൾക്ക് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമേറുന്നത്. മുസ്ലിം ലീഗിലെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് ലീഗിന്റെ നേതൃനിലപാടുകളിലെ വീഴ്ചകളെ തെളിവുകൾ സഹിതം ചോദ്യം ചെയ്തുകൊണ്ട് ഹംസ രംഗത്തെത്തുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തെളിവുകൾക്ക് മുന്നിൽ ലീഗ് നേതൃത്വം നിശബ്ദരായതോടെ ഹംസ ഉയർത്തിയ വിമത സ്വരങ്ങൾക്ക് ശക്തിയേറുകയും ചെയ്തു. ഇതിനിടയിലാണ് ഡോക്ടർ MK മുനീറിനെ ബോധപൂർവം വെട്ടിമാറ്റി PMA സലാമിനെ ജനറൽ സെക്രട്ടറിയാക്കാൻ നീക്കം നടന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് KS ഹംസയുടെ നേതൃത്വത്തിൽ ഉയർന്നത്. തുടർന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്നും പുറത്തെത്തുകയും ഇടത് സഹയാത്രികനാവുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ CPM സ്ഥാനാർത്ഥിയായി ഇടത് രാഷ്ട്രീയ മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറുകയും ചെയ്തു. മുസ്ലിം ലീഗിലെ പ്രമുഖ നേതാക്കളുടെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ അടിയൊഴുക്കുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള രാഷ്ട്രീയ നേതാവ് കൂടിയാണ് KS ഹംസ. അതുകൊണ്ടുകൂടിയാണ് ലീഗ് ജനറൽ സെക്രട്ടറിയായ PMA സലാമിനെതിരെ ഈ വിധത്തിൽ അതീവ ഗുരുതര പരാമർശങ്ങൾ നടത്തിയിട്ടും പ്രമുഖ ലീഗ് നേതാക്കളാരും സലാമിന് അനുകൂല പ്രതികരണങ്ങളുമായി ഇതുവരെയും രംഗത്തെത്താത്തത്. PMA സലാമിനെതിരെ KS ഹംസ നടത്തിയ വെളിപ്പെടുത്തലിനോടൊപ്പമാണ് സമസ്തയിലെ വലിയ വിഭാഗം പ്രവർത്തകരും ഉള്ളതെന്നതാണ് യാഥാർത്ഥ്യം. സമസ്തയ്ക്കുള്ളിലെ ലീഗ് അനുഭാവികളും അല്ലാത്തവരും തമ്മിലുള്ള തർക്കങ്ങൾ ഇത്രത്തോളം രൂക്ഷമായത് PMA സലാം ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ്. മുജാഹിദ് ആശയഗതികൾക്കൊപ്പം നിൽക്കുന്ന PMA സലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ആയതെന്ന ആരോപണം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട്.
ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലവിധ അധിക്ഷേപങ്ങൾ സലാം നടത്തിയിരുന്നു. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി വൻ വിജയം നേടിയെന്നും സമസ്ത നേതാവ് അനുഗ്രഹിച്ചയാൾ തോറ്റുപോയി എന്ന വിധത്തിൽ സമസ്ത നേതൃത്വത്തെ സലാം കളിയാക്കിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. മുസ്ലിം ലീഗിലെത്തുന്നതിന് മുമ്പേ INL MLA ആയിരിക്കെ പാണക്കാട് തങ്ങൾമാരെ കളിയാക്കിയും മുസ്ലിം ലീഗിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടും കേരളത്തിലുടനീളം പ്രചരണം നടത്തിയ വ്യക്തി കൂടിയായിരുന്നു PMA സലാം. അതേ സലാമാണ് ഇപ്പോൾ ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രമുഖ നേതാക്കളെ മ്ലേച്ഛ ഭാഷയിൽ അധിക്ഷേപിക്കുന്നത്. ഈ വിധം രാഷ്ട്രീയ അടിയൊഴുക്കുകളടക്കം തുറന്ന ചർച്ചയാക്കി മാറ്റുകയാണ് സമസ്തയിലെ വലിയ വിഭാഗം പ്രവർത്തകരും ഇപ്പോൾ. അതുകൊണ്ടുകൂടിയാണ് PMA സലാമിനെതിരെ KS ഹംസ കെട്ടടിച്ചുവിട്ട ആരോപണങ്ങൾക്ക് വളരെയേറെ സ്വീകാര്യത വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നതും പറയാതെ വയ്യ.